ഗായ്സ്, സോ വെൽക്കം ടു മൈ ചാനൽ. ശരിയാവണില്ലല്ലോ. ഹായ്. നോക്കണോ ഇങ്ങോട്ട് നോക്കണോ? നേരെ നോക്കി സംസാരിക്കാമല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് കോങ്കണാന്ന് തോന്നുമോ? രാവിലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സ് തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ബിഗ് ബോസ് തീരുന്നിടം വരെ എന്തായാലും ബിഗ് ബോസിൻ്റെ അന്നന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ ലൈവ് കാണാത്തവർക്ക് ഇവിടെ വന്ന് ഞാൻ അറിയിക്കുന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ രേണു ചേച്ചിക്ക് വീട്ടിൽ പോകണമെന്ന്. എന്താല്ലേ, എന്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ കാണാത്തോടെ കേട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്ത് കാര്യത്തിനാണ് രാവിലെ തന്നെ എന്തൊക്കെയാ പറയുന്നത്? കരഞ്ഞ് എനിക്കിവിടെ വന്നിട്ട് ട്രോമയായി പോകുന്നു, ഇങ്ങനായി പോകുന്നു, അങ്ങനെ ആയി പോകുന്നു, അങ്ങനെയുള്ളവരൊക്കെ വീട്ടിൽ ഇരിക്കണം, ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. സി ഗൈസ്, എനിക്കിങ്ങനെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ്, ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റൻറ്റ് അങ്ങനെ എനിക്ക് ആരും ഇഷ്ടമല്ല, അത് വേറെ കാര്യം. അങ്ങനെ ഒരു സംഭവം ഇല്ല, ഇതുവരെ ഇല്ല. അപ്പോൾ ഇനി അങ്ങോട്ട് ഉണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അനീഷിൻ്റെ മൈൻഡ് ഗെയിം എനിക്കിഷ്ടമാണ്, അത്രേ ഉള്ളൂ. സോ ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ. ഇപ്പോൾ രേണു ചേച്ചി രാവിലെ തന്നെ കൺഫെക്ഷൻ റൂമിൽ പോയിരുന്ന കരച്ചിലാണ്, ഭയങ്കര കരച്ചിലാണ്. എനിക്കൊരു ഡോക്ടറിൻ്റെ സൈക്കോളജിസ്റ്റിനെ കാണണം, ഇല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പോകണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോട് എനിക്ക് സംസാരിക്കണം, അല്ലെങ്കിൽ ഋതപ്പനോട് സംസാരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ രാവിലെ മറ്റേ എന്താണ് കൺവെൻഷനോ എന്താണ് കൺഫെഷൻ, ഓക്കെ, കൺഫെഷൻ റൂമിൽ ചെന്ന് ഇരുന്നിട്ട് ബിഗ് ബോസ് കുറച്ച് മോട്ടിവേഷനൊക്കെ രേണുവിന് കൊടുക്കുന്നുണ്ട്. അപ്പം രേണു പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, തീരെ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് കുറച്ച് മോട്ടിവേഷൻസൊക്കെ രേണുവിന് കൊടുത്ത് സെറ്റാക്കി വിടുന്നുണ്ട്. രേണു പറയുന്നൊരു കാര്യമാണ്, ഞാൻ എൻ്റെ മക്കളെ സുധിച്ചേട്ടനെ ഏൽപ്പിച്ചിട്ട് വന്നതുപോലെ ഞാൻ വിചാരിച്ചേക്കാം. ഓക്കെ, ഞാൻ വിചാരിച്ചോളാം, അപ്പം എനിക്കൊരു സമാധാനമുണ്ട്, എനിക്ക് കുഴപ്പമില്ലെന്നാണ് ആര് പറയുന്നത്? രേണുസുതി പറയുന്നത്. അപ്പം വീണ്ടും ഒരു കരച്ചിൽ കാർഡ് എടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അല്ലാണ്ട് എനിക്ക് എന്താ പറയുക, എനിക്ക് അവരോട് അവരുടെയൊക്കെ മുമ്പത്തുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. മീൻസ് ഇങ്ങനെ പേഴ്സണലി അറിയില്ല, ബട്ട് ലൈക്ക് വീഡിയോസിലൊക്കെ കണ്ട് പരിചയമുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് അവരുടെ കരച്ചിൽ കണ്ടിട്ട് ഒന്നും തോന്നിയില്ല. അങ്ങനെ എനിക്ക് തോന്നേണ്ട കാര്യമില്ല, അത് വേറെ കാര്യം. എന്നാലും ഒരു പ്രേക്ഷക എന്നുള്ള രീതിക്ക് ശരിക്കും രേണുസുതിനെ എന്തിനാണ് ആ വീട്ടിൽ നിർത്തിക്കുന്നത് എന്നുള്ളത് എനിക്ക് വളരെ 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 ഡൗട്ടുള്ളൊരു കാര്യമാണ് ഗൈസ്. രേണുസുതി എന്തിനാണ് ആ വീട്ടിൽ നിൽക്കുന്നത്? ഇപ്പം ഇന്നലെ എവിക്റ്റ് ആയിപ്പോയ ഷാരിക, എനിക്കത് ഫെയർ ആണെന്ന് തോന്നുന്നേയില്ല. രേണുസുതി എന്താണ് നോമിനേഷന് വരാതിരുന്നത്? ഞാൻ അത് കണ്ടില്ല, ഞാൻ ആ ഭാഗം സ്കിപ്പാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ട് അവൾ നോമിനേഷന് വന്നില്ല എന്ന് എനിക്കറിയില്ല. രേണു ചേച്ചി എന്തുകൊണ്ട് വന്നില്ല എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഷാരിക KB ഇപ്പം എവിക്റ്റായി പോയത് എനിക്ക് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അതിനേക്കാളും വീക്കായിട്ടുള്ള ആൾക്കാർ സ്റ്റിൽ അവിടെ നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് ഷാരിക KBനെ തോന്നിയിട്ടുണ്ടായിരുന്നത് സ്ട്രോങ് എമംഗ് ദിസ് വീക്കസ്റ്റ് എന്നായിരുന്നു. അതായത് പുള്ളിക്കാരി കുറച്ച് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ കുറച്ച് ഇതായിട്ടിരിക്കുന്നവരുണ്ടായിരുന്നു. അതായത് ഷാരിക ചേച്ചി, പിന്നെ നമ്മുടെ രേണുസുതി, ശൈത്യ, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ. അപ്പം ആ ഒരു ഗ്യാങ്ങിൽ നോക്കിയപ്പം ഈ പറയുന്ന സരിക KB, ഈ ഒരു ഗ്യാങ്ങിൽ നമ്മൾ നോക്കുമ്പം ഇതിനകത്ത് ഈ ഷാരിക KB എന്ന് പറയുന്ന ആൾക്കാണ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് എനിക്ക് നിലപാടുകൾ വിളിച്ച് പറയുന്ന ഒരാളായിട്ടും ഒക്കെ തോന്നിയിട്ടുള്ളത്. ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പോൾ ശൈത്യം എന്തായാലും കയറി വരുന്നുണ്ട്. സോ നമുക്ക് നോക്കാം അല്ലേ. പക്ഷെ എന്തായാലും എനിക്ക് പറയാനുള്ള, ബിഗ് ബോസ് നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഒന്ന് വെളിയിലാക്കിക്കൂടെ? പിന്നെ എന്തിനാണ് നമ്മളിത് കാണുന്നത്? നമ്മളവർക്ക് വോട്ട് കൊടുക്കുന്നില്ല. പിന്നെന്താ, എന്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതാക്കുന്നത്? അതുപോലെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതിതാണ് അബൌട്ട് ജിസൈലിൻ്റെ തിങ്. ജിസൈലിന് നിങ്ങൾ എന്താണ് കൊടുക്കുന്നത്? ഏഷ്യാനെറ്റുകാരെ ശരിക്കും നമ്മളെ പറ്റിക്കുവാണോ? പ്രമോ വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും, ലാലേട്ടൻ വരുന്നു, പറപ്പിക്കുന്നു, അനുമോളോട് ജിസൈലിനോട് ചോദിക്കുന്നു, നവീനോട് ചോദിക്കുന്നു, ആര്യനോട് ചോദിക്കുന്നു. പക്ഷെ നമ്മൾ കണ്ടു കഴിയുമ്പം അത് ടെലികാസ്റ്റ് ചെയ്യുമ്പം മറ്റേ മല പോലെ വന്നത് എലി പോലെ പോകുന്നുള്ളൊരു അവസ്ഥയിലാണ്. ഞാൻ ഇതുവരെ ശരിക്കും പേടിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് ഷാനവാസ്, അനുമോള്, ഇങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ ലാലേട്ടൻ കുറച്ചും കൂടി ഇതായിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ജിസൈലിൻ്റെ അടുത്ത് ജിസൈൽ ഇങ്ങനെ നെഞ്ച് പൊട്ടിപ്പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്കൊന്നും തോന്നിയിട്ടില്ല അതിനകത്ത്. അതെന്താണ് അവർക്ക് മാത്രം സ്പെഷ്യൽ കൺസേൺ എന്തുകൊണ്ടാണ് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. അവർക്കെന്താണ് സ്പെഷ്യാലിറ്റി ഉള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ബിഗ് ബോസ്, നിങ്ങളിത് പറയുക, എന്ത് സ്പെഷ്യാലിറ്റിയാണ് ജിസൈലിന് അവിടെ ഉള്ളത്? അതും ഹിന്ദി ബിഗ് ബോസിൽ പോയൊരു കണ്ടസ്റ്റൻറ്റ് അവിടുത്തെ ഇത് തന്നെ ഇവിടെ വന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണോ? അതോ നിങ്ങളത് കണ്ടില്ല എന്ന് അടിക്കുന്നതാണോ? 1, 2, 3, 4 തവണയല്ല, അതിനേക്കാൾ ഏറെയായി ജിസൈൽ ഇപ്പം റൂൾ ബ്രേക്ക് ചെയ്യുന്നു. ഇത് ബിഗ് ബോസിന് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ബാക്കി കണ്ടസ്റ്റൻസിന് എന്തോ ആവാലോ. അതെന്താണ് ബിഗ് ബോസ് ശ്രദ്ധിക്കാത്തത്? എനിക്കറിയില്ല ഗൈസ്. എനിവേ, ഞാൻ പറയുള്ളതൊക്കെ പറഞ്ഞു. ഒരു നമുക്ക് നോക്കാം, വൈകുന്നേരം വരെ നോക്കാം ഇനി ആരൊക്കെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെന്ന്. പ്രമോയ്ക്കകത്ത് ഇപ്പോൾ അനുമോളുടെ ഫോട്ടോ കത്തിച്ച് അതിൻ്റെ സങ്കടം ഒക്കെ കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കണ്ടിട്ട് നിങ്ങളെ ഒന്ന് അറിയിക്കുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.